ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബന്ദിയാക്കി ബലാത്സംഗം ചെയ്തതായി പരാതി. 2 കോച്ചിംഗ് സെന്റർ അധ്യാപകർ അറസ്റ്റിലായിട്ടുണ്ട്. വീട്ടിലേക്ക് ക്ഷണിച്ച് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷമായിരുന്നു ബലാത്സംഗം. 6 മാസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി. നീറ്റ് കോച്ചിങ്ങിനായി കാൺപൂരിലെ കോച്ചിംഗ് സെന്ററിൽ ചേർന്ന 17-കാരി പെൺകുട്ടിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. 2 അധ്യാപകർ പെൺകുട്ടിയെ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണിച്ച് മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി ബോധം കെടുത്തിയ ശേഷം ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. 6 മാസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് നിരന്തരം പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. 2023-ലാണ് ഈ സംഭവം നടന്നത്. എന്നാൽ ഭയത്തെ തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതികളായ അധ്യാപകരിൽ ഒരാൾ അറസ്റ്റിലായ വാർത്ത കണ്ടതോടെയാണ് പെൺകുട്ടിക്ക് ധൈര്യം ലഭിച്ചത്. തുടർന്ന് വെള്ളിയാഴ്ച പോലീസിൽ പരാതി നൽകി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് ശനിയാഴ്ച തന്നെ സഹീൽ സിദ്ദിഖി, വികാസ് പോർവാൾ എന്നീ 2 പ്രതികളെയും പിടികൂടി. കാൺപൂർ അഡീഷണൽ പോലീസ് കമ്മീഷണർ ഹരീഷ് ചന്ദർ 2 പേരുടെയും അറസ്റ്റ് സ്ഥിരീകരിച്ചു. അധ്യാപകർ താമസിച്ച വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഇരുവർക്കുമെതിരെ കൂടുതൽ പരാതികളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച അധ്യാപകരുടെ അടുത്ത് എത്തിയ 17-കാരിക്കാണ് ക്രൂരപീഡനമേൽക്കേണ്ടി വന്നത്. എന്തായാലും 2 പ്രതികളും പിടിയിലായിട്ടുണ്ട്.